പട്ടേൽ മാസ് ഹായ്. അപ്പോൾ നമ്മുടെ ഹിസ്ബുല്ല കാക്കയുടെ മയ്യത്ത് കിട്ടിയ വിവരം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകുമല്ലോ. വളരെ രസകരമാണ് കേട്ടോ കാര്യം. ഇറാനില് വലിയ ഒരു വിഭാഗം സ്ത്രീകള് പൊതുരംഗത്തിറങ്ങി ഭയങ്കരമായിട്ട് ഡാൻസും പാട്ടും നാട്ടവും കൂത്തുമൊക്കെ ആയിട്ട് കാക്കയുടെ തല ചരിഞ്ഞതിൽ ഭയങ്കരമായ സന്തോഷം പ്രകടിപ്പിക്കുന്ന ചില വീഡിയോസ് പുറത്തു വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് തോന്നും ഇറാനിൽ മാത്രമാണോ എന്ന്. അല്ല, ലെബനനിലും അതുപോലെ തന്നെ വളരെയധികം സന്തോഷിക്കുന്ന വലിയ ഒരു വിഭാഗം ജനതയുടെ വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ജോലിയുമില്ല, ഗോപാൽ സുഖാണ്, സന്തോഷമായിരിക്കുന്നു. നൈസ് ടോപ്പിക്, താങ്ക് യു. അപ്പോ നമ്മുടെ കാക്കാടെ മയ്യത്ത് കിട്ടിയതോടുകൂടി, കാരണം അതുവരെ ഹിസ്ബുല്ല സ്ഥിരീകരിച്ചിരുന്നില്ല, അതായത് ഹിസ്ബുല്ല ഇതുവരെ സ്ഥിരീകരിച്ചില്ല ഞങ്ങളുടെ നേതാവിന്റെ തല പോയെന്ന്. അവസാനം 1, 2, 3, 4, 5, 6 എന്നുള്ള നിലയിൽ അടുത്തത് 6 പേരെയാണ് ഈ ബോളില്ല ടീം അടുത്ത ഈ സ്ഥാനപതിയാക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരുന്നത്. 6 പേരുടെയും തലയെടുത്ത് ഇന്ന് കിടക്കുന്ന ഇസ്രായേലിന്റെ മാസമായിട്ടുള്ള എൻട്രി അങ്ങനെ ഒരു രക്ഷയും ഇല്ലാതായി തീർന്നു. കാക്കാമാരെ പാഠമായി കൊണ്ടിരുന്നപ്പോ ഈ നമ്മുടെ ബോളില്ല കാക്കയുടെ ടീമിന്റെ നസറുല്ല കാക്കയുടെ കൂടെ ഒരുപാട് കൂടുതൽ നേതാക്കൾ കൂടി പടമായിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ഇവര് പറഞ്ഞു, ഹിസ്ബുല്ല ടീം പറഞ്ഞു, ഇല്ല, നസറുല്ല കാക്ക മാത്രമേ പടമായിട്ടുള്ളൂ, മറ്റവരെല്ലാവരും സ്വസ്ഥമായും സന്തോഷമായിട്ടും ഇവിടെ ജീവിച്ചിരിക്കുന്നുണ്ട്, വേറെ ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല, ഞങ്ങള് ഭയമൊന്നുമില്ല, ഞങ്ങൾ വളരെ സന്തോഷമായിട്ടിരിക്കുന്നു. കാക്കയുടെ ജീവൻ പോയതിന് നിങ്ങൾ സന്തോഷവും. അപ്പോൾ കാക്ക ഒറ്റയ്ക്കേ പോയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ പിന്നൊരു കാര്യം ചെയ്തു. നമ്മുടെ ഇസ്രായേൽ മക്കള് കാക്കയുടെ കൂടെ പടമായ മുഴുവൻ ആളുകളുടെയും പടം പുറത്തുവിട്ടു. തുടരെയുള്ള ആക്രമണത്തിലൂടെ ഹിസ്ബുല്ലയുടെ മാനസിക നില തകരാറിലാക്കുക എന്നതായിരുന്നു ഒന്നാമത്തെ ഇസ്രായേലിന്റെ ലക്ഷ്യം. അത് യാഥാർത്ഥ്യമായി. 2, യുദ്ധത്തിന് ഇസ്രായേലിനോട് ഏറ്റുമുട്ടിയിട്ട് കാര്യമില്ല. 3, നേതാക്കളില്ലെങ്കിൽ പിന്നെ നമ്മളില്ലല്ലോ. ഇവരുടെ ലക്ഷ്യം നമ്മളെ പ്രകോപിപ്പിച്ച് യുദ്ധത്തിനിറക്കുക, പിന്നീട് നമ്മുടെ നേതാക്കളെ ഓരോരുത്തരെയായി വകവരുത്തി നമ്മളെ അനാഥരാക്കി മാറ്റുക എന്നതാണ്. അതുകൊണ്ട് തൽക്കാലം നമുക്ക് മിണ്ടാതിരിക്കാം. കാരണം അടുത്ത മീറ്റിംഗ് കൂടുമ്പോൾ ആ മീറ്റിങ്ങിന്റെ നേതാവിന്റെ തലയാണെന്ന് ഇസ്രായേൽ എടുത്തുകൊണ്ട് പോകുന്നത്. ഇപ്പോ എന്തായിരുന്നാലും ഹസൻ നസ്രുള്ള അടക്കമുള്ള നിരവധി ഉയർന്ന റാങ്കിലുള്ള നേതാക്കളെ ഇസ്രായേൽ കൊണ്ടുപോയി എന്ന് പറഞ്ഞാല് അവിടെ ജീവിച്ചിരിക്കുന്നില്ല, ഹൂറികളുടെ അടുത്ത് എത്തിച്ചിട്ടുണ്ട്. ഈ ഹിസ്ബുല്ല നേതാക്കളുടെ ചിത്രങ്ങള്, അവരുടെ സ്ഥാനങ്ങളും ഒക്കെ അടങ്ങിയ ചാർട്ട് എക്സ് പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ പങ്കുവച്ചിട്ടാണ് ഇസ്രായേലിന്റെ പ്രതിരോധ സേന ശനിയാഴ്ച ഇക്കാര്യം അറിയിച്ചത്. നസറുല്ല കാക്ക ഒറ്റയ്ക്കാണ് പോയതെന്ന് പറഞ്ഞപ്പോൾ IDF പറഞ്ഞു, അല്ല, ഞങ്ങൾ കുറച്ചേറെ കാക്കമാരെയും കൂടി ഒപ്പം വിട്ടിട്ടുണ്ട്. കാരണം ഒറ്റയ്ക്ക് വിടുന്നത് ശരിയല്ലല്ലോ, പ്രത്യേകിച്ച് ഒരു പരിചയവും ഇല്ലാത്ത സ്വർഗത്തിലേക്കല്ലേ പോകുന്നത്. അപ്പോൾ ഇവര് ഹിസ്ബുല്ല പറഞ്ഞു, വെറുതെ പറയുകയാണെന്നേ, എന്നാ ശരി, ഇന്ന ഞങ്ങൾ എടുത്ത തലകളുടെ ചിത്രങ്ങള് ഞങ്ങൾ ഇന്റർനെറ്റിൽ നിന്ന് ഡിലീറ്റ് ചെയ്തു എന്ന് തിരഞ്ഞപ്പോൾ വന്ന ചിത്രം എന്ന് പറഞ്ഞിട്ടായിരുന്നു IDF എക്സ് പ്ലാറ്റ്ഫോമിൽ ചിത്രം പങ്കുവച്ചത്. അതായത് ഈ മരണപ്പെട്ട നേതാക്കളുടെ എല്ലാം ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഹിസ്ബുല്ല തന്നെ എടുത്തു മാറ്റി. അപ്പോഴാണ് ഇവർ മനസ്സിലാക്കിയത്, നമുക്ക് ഈ ചിത്രങ്ങൾ പുറത്തു വിട്ടേ പറ്റൂ. അങ്ങനെയാണ് ഹിസ്ബുല്ല നേതാക്കളുടെ ഓരോരുത്തരുടെയും നേരെ എലിമിനേറ്റഡ് എന്ന ചിത്രത്തിൽ ചേർത്തിട്ടാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുപ്രകാരം ഹിസ്ബുല്ലയുടെ പല മുതിർന്ന നേതാക്കളെയും വധിച്ചു എന്ന് ഇസ്രായേൽ അവകാശപ്പെടുന്നു. എന്നിട്ട് അവരുടെ പേര് വിവരങ്ങളും പുറത്തുവിട്ടിട്ടുണ്ട്. 1 ഹസൻ നസ്രുള്ള, 2 അലി കർക്കി, 3 നബീൽ കൗക്ക്,
4 മുഹമ്മദ് അലി ഇസ്മായിൽ. 5 ഇബ്രാഹിം മുഹമ്മദ് കബീസി. 6 ഇബ്രാഹിം കുബൈസി. 7 ഇബ്രാഹിം അഖീൽ. 8 അഹമ്മദ് വഹബി. 9 ഫുആദ് ഷുക്കൂർ. 10 മുഹമ്മദ് നസർ. 11 താലിബ് അബ്ദുള്ള, എന്നിട്ട് എക്സെട്ര. ഇത്രയും മതിയോ എന്നൊരു ക്യാപ്ഷനും. ഇവരെയൊക്കെ ഞങ്ങൾ ഏതാണ്ട് എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളവർ ഞങ്ങളോടൊന്ന് ക്ഷമിക്കണം, ഞങ്ങൾക്കൊരല്പം സമയം തരണം. കാരണം പ്രത്യേകിച്ച് ഹൂറികളൊക്കെ വലിയ തിരക്കിലാണ്. ഒന്നും അല്ലെങ്കിൽ ഇത്രയും കാലവും ചിപ്പിക്കകത്തും മുത്തിനകത്തും ഒക്കെ മടങ്ങിയിരുന്നിട്ടൊന്ന് പുറത്തിറങ്ങിയതല്ലേ ഉള്ളൂ. അവർക്കൊരു റെസ്റ്റ് ഒക്കെ കൊടുക്കണ്ടേ? അതുകൊണ്ട് KSK നിർത്താമോ പ്ലീസ് എന്ന്. നീ ഇറങ്ങിപ്പോടാ. നിന്നെ ആരെ ഇങ്ങോട്ട് വിളിച്ചത്? ഞാൻ നിർത്തണോ പോണോ ഞാനല്ലേ തീരുമാനിക്കുന്നത്. നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ നീ ഇറങ്ങിപ്പോണം. എടാ, മദ്രസയിൽ നിന്ന് കൾച്ചർ പഠിച്ചത് കൊണ്ടാണ് അത് മനസ്സിലാകാത്തത്. നമുക്കിഷ്ടമില്ലാത്തവരുടെ ഒരു ലൈവിൽ കയറി അവരെ നിർത്തിക്കാനല്ല ശ്രമിക്കേണ്ടത്, നമ്മൾ അവോയ്ഡ് ചെയ്ത് പോകല ചെയ്യേണ്ടത്. മധുസൂദനൻ ടാറിട്ട റോഡിൽ കൊണ്ടേ ഒരക്കടാ, അതാ നല്ലത്. ഞാൻ ആരെങ്കിലും മധുസൂദനന് ഒരു മറുപടി കൊടുക്കുന്നുണ്ടോ എന്ന് നോക്കി. ആരും നോക്കിയില്ല, ആരും കൊടുത്തില്ല. അപ്പൊ പിന്നെ ഞാൻ തന്നെ കൊടുത്തു. ദലീബ മതം വിട്ട് ജീവിക്കുന്ന ആളെന്ന്. അത് എന്താ കുഴപ്പം? എന്താ കുഴപ്പം? മധുസൂദനൻ ആരെങ്കിലും നല്ലൊരു മറുപടി ഒന്ന് കൊടുത്തേരേട്ടാ. നിറയെ കൊടുക്കണേ. അതോ അയാളെ ബ്ലോക്ക് ചെയ്ത് പറഞ്ഞു വിടണോ? അതെ, ലവ് നാറികള, മൈൻഡ് ചെയ്യണ്ട അല്ലേ? ഓക്കെ, സുപ്രീം നല്ല മറുപടി കൊടുത്തു. ശരി, ഓക്കെ. അതാ ഞാൻ ചോദിച്ചത്. മധുസൂദനനെ, അതൊന്നും എല്ലാവരുടെ പേര് ഫേക്കാണ്. അതുകൊണ്ട് തൽക്കാലം അങ്ങനെ നമുക്ക് പറഞ്ഞു വിടാം. ബ്ലോക്ക് ചെയ്യുക, പറഞ്ഞു വിടുക. ശരി, വേറൊരാൾ വന്നിട്ടുണ്ട്. മൂവി മാനിയക്. നിങ്ങൾ പറയുന്നത് മുഴുവൻ കളവാണ്. ഓ, സമ്മതിച്ചു. ആ കള്ളം കേൾക്കാൻ നീ നിൽക്കണ്ട, നീ ഇറങ്ങി അങ്ങ് പോയിക്കോ. ചെല്. ഇത്രയും കൊല്ലങ്ങളായിട്ട് ഞാൻ പറഞ്ഞത് ഒരെണ്ണം പോലും കളവാണ് എന്ന് തെളിയിക്കാൻ കഴിയാത്ത നീയൊക്കെ എന്തുവാടാ ഈ പറയുന്നത്? ഏതെങ്കിലും ഒരെണ്ണം ഒന്ന് തെളിയിക്കടാവേ. അത് കഴിഞ്ഞിട്ടല്ലേ ഇവന്ന് പറയേണ്ടത്. എന്താടാ ഞാൻ പറഞ്ഞതില്ലേ കള്ള? ഒരെണ്ണം തെളിയിക്കടാ, ഒരെണ്ണം തെളിയിക്ക്. ഓ, മാടശ്ശേരി എന്നെയും കൂടി ബ്ലോക്ക് ചെയ്യാൻ. എന്നാ പിന്നെ കളഞ്ഞിട്ട് അങ്ങ് പോയാൽ പോരെ. ആ ശരി താജുദ്ദീനെ, ഞാൻ അനുഭവിക്കുമ്പോൾ നിന്നെ വിളിക്കാം. ഞാൻ അനുഭവിക്കുമ്പോഴേക്കേ നിന്നെ എന്താണെങ്കിലും വിളിക്കാം, പോരെ? അപ്പൊ നീ വന്നാ മതി. ഇവർക്കൊക്കെ ഇങ്ങനെ പറയാനല്ലാതെ ഏതെങ്കിലും വസ്തുതാപരമായ ഒരു വിഷയത്തെ സംബന്ധിച്ച് പറയാൻ അറിയില്ല. ഇവരൊക്കെ പറയും ജാമിത കള്ളമെന്ന് പറയണം കേട്ടോ. ഒരു കള്ളമെന്ന് തെളിയിക്കാൻ പറഞ്ഞാൽ പിന്നീട് അവർ കണ്ടം വഴി ഓടുന്ന കാഴ്ച നമ്മൾ കാണുന്നത്. ഇരിക്കട്ടെ. ഇപ്പോ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഹസൻ നസറുള്ളയുടെ മൃതദേഹം ലഭിച്ചതായി അടുത്ത വൃത്തങ്ങളെ ഉദ്ധരിച്ച് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബെയ്റൂട്ടില് ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയ സ്ഥലത്ത് നിന്ന് കണ്ടെത്തിയ മൃതദേഹത്തിൽ മുറിവുകളൊന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. സ്ഫോടനത്തിന്റെ ആഘാതത്തിലുണ്ടായ നടുക്കം, എത്രമാത്രം ഭയം അവരുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു എന്നൊന്ന് ആലോചിച്ച് നോക്കിക്കും.
അപ്പോൾ ഈ സ്ഫോടനം ഉണ്ടായി എന്ന് പറഞ്ഞതേ ഉള്ളൂ, കണ്ടതേ ഉള്ളൂ, അപ്പോഴേക്ക് തന്നെ തീർന്നു. നെസറുല്ലയും ടർബോ, വളരെ സന്തോഷം കേട്ടോ. അപ്പോ നെസറുല്ലയും ഹിസ്ബുല്ലയുടെ ഉന്നത കമാൻഡർമാരും യോഗം ചേരാറുള്ള ഉന്നത കമാൻഡർക്കു മാത്രം അറിയുന്ന രഹസ്യമായ ഒരു ഭൂഗർഭ ബങ്കറിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. തെക്കൻ ബെയ്റൂട്ടിലെ തിരക്കേറിയ തെരുവുകളിൽ നിന്ന് 60 അടി താഴെയാണ് ഈ ബങ്കർ സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഒരു രസകരമുണ്ട്. അതായത് ഇപ്പോ ഈ ഹമാസിന്റെ നേതാവ് ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ട് എത്ര കഴിഞ്ഞിട്ടാണ് ഇതിന്റെ യഥാർത്ഥമായിട്ടുള്ള കാരണം പുറത്തു വന്നത്? അതുപോലെ ഇബ്രാഹിം റൈസി ഇറാന്റെ പരമോന്നത നേതാവാണ്, പ്രസിഡന്റ് ആയിരുന്നു. എത്ര നാള് കഴിഞ്ഞിട്ടാണ് നോക്കിയേ പേജർ അറ്റാക്ക് ആയിരുന്നു എന്ന് തിരിച്ചറിഞ്ഞത്. അതുകൊണ്ട് ഇതെല്ലാം അല്പം താമസിക്കും യാഥാർത്ഥ്യം പുറത്തു വരാൻ. ഇപ്പോ അവർക്കിടയിൽ നിന്ന് തന്നെയുള്ള ചാരന്മാരാണ് അവരെ ഒറ്റിയത് എന്നാണ് മനസ്സിലാകുന്നത്. ഹിസ്ബുല്ലയുടെ തലവൻ സയ്യിദ് ഹസൻ നസ്രുല്ലയെ വധിക്കാൻ സഹായകരമായ നിർണായക വിവരങ്ങൾ ഇസ്രായേൽ സൈന്യത്തിന് നൽകിയത് ഒരു ഇറാൻ പൗരനായ ചാരനാണ് എന്നാണ് ഇപ്പോൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറാൻ ആണെങ്കിൽ അവരുടെ 2 ഭാഗത്ത് നിൽക്കുന്ന ആളുകളെയും ഭയമാണ്, സംശയത്തോടു കൂടി മാത്രമേ നോക്കുന്നുള്ളൂ. ഫ്രഞ്ച് മാധ്യമമായ ലേ പാരിസിയനാണ് ഇക്കാര്യം ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത്. ഈ ചാരൻ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇസ്രായേൽ സൈന്യം മിസൈൽ വർഷിച്ചത് എന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. നസറുല്ല കൊല്ലപ്പെടുന്നതിനു മണിക്കൂറുകൾക്ക് മുമ്പാണ് ഇസ്രായേൽ സൈന്യത്തിന് ചാരൻ വിവരം നൽകിയത് എന്നാണ് ലെബനൻ വൃത്തങ്ങളെ ഉദ്ധരിച്ചിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ബെയ്റൂട്ടിലുള്ള ഹിസ്ബുല്ല ആസ്ഥാനത്തെ ഭൂഗർഭ അറയിൽ വെച്ച് ഉന്നതതല അംഗങ്ങളുമായി ഹസൻ നസ്രുല്ല യോഗം ചേരുകയും ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ കൈക്കൊള്ളുകയും ചെയ്യുന്നതിനിടയിൽ അത് പൂർത്തീകരിക്കാൻ ഇസ്രായേൽ അനുവദിച്ചില്ല. അതിൻ്റെ ഇടയ്ക്ക് തന്നെ കൊണ്ടുപോയി. മരണകാരണം പോലും ഇതുവരെ സ്ഥിരീകരിക്കാൻ ഹിസ്ബുല്ലയ്ക്ക് കഴിഞ്ഞിട്ടില്ല. ശനിയാഴ്ച പുലർച്ചെയായിരുന്നു ബെയ്റൂട്ടിലെ വ്യോമാക്രമണത്തിൽ നസറുല്ല കൊല്ലപ്പെടുന്നത്. ലോകത്തെ ഭീതിപ്പെടുത്താൻ ഇനിയില്ല നസറുല്ല എന്ന ആമുഖത്തോടെ ഇസ്രായേൽ സൈന്യമാണ് മരണവാർത്ത ആദ്യം സ്ഥിരീകരിക്കുന്നത്. അപ്പൊ ഈ കാക്ക ഇല്ലാതാകണം എന്നത് ഇറാന്റെ കൂടി ആവശ്യമായിരുന്നു. നസറുല്ലയുടെ മൃതദേഹം കിട്ടിയതോടെ ഹിസ്ബുല്ല ആകെ വിഷമിച്ചു. കാരണം ഇസ്രായേൽ അങ്ങനെ പറഞ്ഞെങ്കിലും എവിടെങ്കിലും അദ്ദേഹം ജീവിച്ചിരിക്കട്ടെ എന്നിവർ ആഗ്രഹിച്ചു പോയി. ഇപ്പോ ഹിസ്ബുല്ല ടീമിനും ഇറാനും ഒന്നും സഹിക്കാൻ വയ്യാതെ പറയാണ്, നിങ്ങൾ ദയവ് ചെയ്ത് ഇദ്ദേഹം മരിച്ചു മരിച്ചു എന്നിങ്ങനെ പോസ്റ്റ് ചെയ്യല്ലേ സോഷ്യൽ മീഡിയയിലൂടെ, ഞങ്ങൾക്കത് താങ്ങാൻ പറ്റുന്നില്ല. കാരണം മരിച്ചതോ മരിച്ചു പോട്ടെ, നിങ്ങളിനിയും അദ്ദേഹം മരിച്ചു മരിച്ചു എന്ന് പറയുമ്പോൾ ഞങ്ങൾക്കത് താങ്ങാൻ കഴിയുന്നില്ല എന്ന്. അതുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ ഈ വാർത്ത ഒഴിവാക്കണം എന്നാണ് ഹിസ്ബുല്ല ആവശ്യപ്പെടുന്നത്. ഒരിക്കല് ഒരു വീട്ടിൽ എന്നും ഒരു ഫോണ് വരും. അപ്പോൾ എടുക്കുമ്പോഴൊക്കെ കണക്ക് സാറുണ്ടോയെന്ന് ചോദിക്കുമ്പോൾ ഇല്ല, കണക്ക് സാറ് മരിച്ചുപോയി. വീണ്ടും വരും കോൾ. അങ്ങനെ ഒരു ദിവസം എന്നും ഒരേ ശബ്ദമാണ്. ഒരു ദിവസം ഈ അമ്മ ചോദിക്കും, എന്തിനാ മോനെ എന്ന് നീ വിളിക്കുന്നത്? ചുമ്മാ ഒരു മനസ്സുഖമാണ് അത്രേ കണക്ക് സാറ് മരിച്ചു എന്ന് പറയുന്നത്. അതുപോലെ ഹിസ്ബുല്ല ടീമിൻ്റെ ക്യാപ്റ്റൻ കൊല്ലപ്പെട്ടു എന്ന് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഇനിയും നിങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പറയല്ലേ, അദ്ദേഹം ജീവിച്ചിരിക്കുന്നു എന്ന് പറയൂ. അദ്ദേഹം സ്വർഗത്തില് ഹൂറികളോടൊത്ത് ആടിപ്പാടി രസിക്കുവാണെന്ന് പറയൂ, ഞങ്ങൾക്ക് സന്തോഷമാകും. ഇപ്പോ നിരവധി നേതാക്കളെയാണ് ഹിസ്ബുല്ല വീഴ്ത്തിയത്. തെക്കൻ ലബനനിലെ ബെയ്റൂട്ടിൽ വെള്ളിയാഴ്ച നടത്തിയ ബോംബാക്രമണത്തിൽ ഒരുപാട് നേതാക്കളെ ഇല്ലാതാക്കി. അതിന് പിന്നാലെയാണ് ഹിസ്ബുല്ലയുടെ ഉന്നത നേതാക്കളെ അടുത്തതായിട്ട് ലക്ഷ്യം വെക്കുന്നത്. കമാൻഡർ നബീൽ കൗക്ക് വളരെ ഇസ്രായേലിന്റെ ലക്ഷ്യത്തിൽ വളരെ പ്രധാനിയായിരുന്നു. ആ തലയും എടുത്തു.
വെള്ളിയാഴ്ച ശ്രീകുമാർ മിക്കവാറും ഹൂറികളെ ഇറക്കുമതി ചെയ്യേണ്ടി വരും. കാരണം ഒരാൾക്ക് 72 എന്ന് പറഞ്ഞിട്ട് എത്ര കൊടുക്കേണ്ടി വരും? ഇപ്പോൾ ഇസ്രയേൽ എന്തൊരു ക്രൂരതയാണ് ചെയ്യുന്നത്. എത്ര പേരെയാണെന്ന് ഇപ്പൊ അങ്ങോട്ട് അയച്ചിരിക്കുന്നത്. എല്ലാവർക്കും 1x72 എന്നുള്ള രൂപത്തിൽ കൊടുക്കണ്ടേ? ഇവർക്ക് അങ്ങോട്ട് പറഞ്ഞു വിട്ടാൽ മതി. ഹൂറികളെ ഉണ്ടാക്കുന്ന പാട് പഠിച്ചോനല്ലേ അറിയത്തുള്ളൂ. ഇപ്പോ ഹിസ്ബുല്ലയുടെ മധ്യതലത്തിലെ ഡെപ്യൂട്ടി മേധാവിയായ നബീൽ കൗക്ക്, ഇദ്ദേഹം എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗമാണ്. 1980-കൾ മുതൽ സംഘടനയിൽ പ്രവർത്തിക്കുകയാണ് കൗക്ക്. ഹിസ്ബുല്ല എന്ന് പറയുന്ന സംഘടനയിൽ 2006 ഇസ്രായേലുമായി നടന്ന യുദ്ധത്തിൽ നിർണായകമായ പങ്കുവഹിച്ചിരുന്നു. അന്ന് ഹിസ്ബുല്ലയുടെ നിലപാടുകൾ വ്യക്തമാക്കാനും സുരക്ഷാ കാര്യങ്ങൾ അടക്കം ചർച്ച ചെയ്യാനും മാധ്യമങ്ങളിൽ പതിവായി പ്രത്യക്ഷപ്പെട്ടിരുന്ന വ്യക്തി കൂടിയായിരുന്നു ഇദ്ദേഹം. നസറുല്ലയുടെ പിൻഗാമിയാണ് എന്ന് പറഞ്ഞിരുന്ന പേരുകളിലോ ഒന്ന് കൗക്കിൻ്റെതായിരുന്നു. അതാണ് അദ്ദേഹത്തിന്റെ മരണകാരണവും. ഹമാസ് ഹിസ്ബുല്ല നേതാക്കളുടെ പ്രവർത്തനങ്ങളും നീക്കങ്ങളും തുടർച്ചയായി അവലോകനം ചെയ്ത് കൊലപ്പെടുത്തുന്നതാണ് ഇസ്രായേൽ പിന്തുടരുന്ന വർഷങ്ങളായിട്ടുള്ള രീതി. കൊലപ്പെടുത്തിയ പ്രധാന ഹിസ്ബുല്ല നേതാക്കളുടെ വിവരങ്ങളും ഇസ്രായേൽ പുറത്തുവിട്ടിട്ടുണ്ട്. രാജ്യാന്തര മാധ്യമങ്ങളുടെ റിപ്പോർട്ട് അനുസരിച്ച് ജിഹാദ് കൗൺസിലിലെ പ്രധാന നേതാക്കളൊക്കെ കൊല്ലപ്പെട്ടു. ആക്രമണ പദ്ധതികൾക്ക് നേതൃത്വം നൽകുന്നത് ഈ വിഭാഗമാണ്. നയപരമായ തീരുമാനമെടുക്കുന്ന ഷൂറ കൗൺസിലിലെ നേതാക്കളാണ് അവശേഷിക്കുന്നത്. നസറുല്ലയുടെ സ്ഥാനത്തേക്ക് ഷൂറ കൗൺസിലിലെ ഹാഷിം സഫിയുദ്ദീൻ വരാനാണ് കൂടുതൽ സാധ്യത എന്ന് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അദ്ദേഹം തൊഴുതു പറയുന്നു, ദയവ് ചെയ്ത് എൻ്റെ പേര് നിങ്ങൾ പറയരുത്, എനിക്ക് നേതാവാകണ്ട. കാരണം അടുത്തത് വീഴാൻ പോകുന്നത് ഈ തലയെ അദ്ദേഹത്തിന് അറിയാമത്. നസറുല്ലയുടെ ബന്ധുവും ഹിസ്ബുല്ല എക്സിക്യൂട്ടീവ് കൗൺസിൽ മേധാവിയുമാണ് ഈ സഫിയുദ്ദീൻ. ഹിസ്ബുല്ലയുടെ രാഷ്ട്രീയ സാമ്പത്തിക കാര്യങ്ങളിൽ നിർണായകമായ പങ്ക് വഹിക്കുന്ന വ്യക്തി കൂടിയാണ്. ഇസ്രായേൽ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ട ഒരുപാട് നേതാക്കളുടെ പേരുകൾ ഇപ്പോൾ ഇസ്രായേൽ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. അതിനോട് പ്രതികരിക്കാനോ അതല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടോ, എത്ര നേതാക്കളെയാണ് വകവരുത്തിയത്, ഇതൊന്നും സഹിക്കാൻ പോലും ശരിക്കു പറഞ്ഞാൽ ഇറാനോ ഹിസ്ബുല്ലയ്ക്കോ കഴിയുന്നില്ല. ഇപ്പൊ ഹസൻ നസറുല്ലയുടെ മൃതദേഹം കിട്ടിയത് മാത്രമല്ല ഇവരുടെ വേദന. മുറിവുകളൊന്നുമില്ലാതെ അതിവിദഗ്ധമായിട്ടാണ് കാക്കയുടെ ജീവൻ കൊണ്ടുപോയത്. എങ്ങനെയാണെന്ന് ഈ പഹയന്മാർക്ക് ഇത് കഴിയുന്നത് എന്നുള്ള ചിന്തയാണ് ആകെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അപ്പോൾ അടുത്ത പിൻഗാമിയായി പ്രഖ്യാപിച്ച ആളുടെ തലയും ഇസ്രായേൽ കൊണ്ടുപോയ സ്ഥിതിക്ക് അടുത്തത് ഹാഷിം സഫിയുദ്ദീനാണ്. അദ്ദേഹം ഒരുപക്ഷെ സ്ഥാനപതി ആയാൽ പോലും ഒരിക്കലും ആ കസേരയിൽ ഇരിക്കാൻ കഴിയില്ല. കാരണം കസേരയിൽ ഇരിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന്റെ തല കൊണ്ടുപോകും ഇവര്. ഇപ്പോ ആകെ പേടിച്ചിരിക്കുന്നത് ഇറാനാണ്. ഇറാന്റെ ആയത്തുള്ള അലി ഖുമേനിയുടെ തല ഇസ്രായേലിന് വളരെ വേണ്ടപ്പെട്ടതാണ്. ഇസ്രായേൽ അത് കൊണ്ടുപോകുമെന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഏത് നിമിഷവും അലി ഖുമേനിയുടെ തല ഇസ്രായേലിന് അവകാശപ്പെട്ടതാണ്, അത് കൊണ്ടുപോകും. അതുകൊണ്ട് തന്നെ ഈ ആയത്തുള്ള ഖുമേനി എന്ന 85 വയസ്സുകാരൻ മനസ്സമാധാനമില്ലാതെ ഒരു രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റും. പിന്നീടാണ് ഇവരുടെ ഉന്നത നേതാക്കൾ കൊല്ലപ്പെട്ടു എന്ന് കേൾക്കുമ്പോൾ അടുത്ത രഹസ്യ കേന്ദ്രത്തിലേക്ക് അങ്ങനെ ഈ 85-ാമത്തെ വയസ്സിലും മനസമാധാനമില്ലാതെ നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഹിസ്ബുല്ല മേധാവിയായ ഹസൻ നസറുല്ലയെ ഇസ്രായേൽ വധിച്ചതിന് പിന്നാലെയാണ് ആയത്തുള്ള ഖുമേനിയെ കൂടുതൽ സുരക്ഷിതമായ രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയത്. ഒരു വർഷത്തിനിടയിൽ ഇസ്രായേലിനെതിരെ പോരാടുന്ന ഹമാസ് ഹിസ്ബുല്ല സായുധ സംഘങ്ങളുടെ 100 കണക്കിന് നേതാക്കളെയാണ് ഇസ്രായേൽ ചരിച്ചത്. ഈ 2 സംഘടനകൾക്കും ഇറാന്റെ ശക്തമായ പിന്തുണയും സഹായവും ലഭിക്കുന്നുണ്ട്. ഇതിനു പുറമെ ഇസ്രായേലിനെതിരെ ആക്രമണം അഴിച്ചുവിടുന്ന യമനിലെ ഹൂതികളാണ് ഇസ്രായേലിന്റെ അടുത്ത തലവേദന. ഈ സാഹചര്യത്തിൽ ഇറാന്റെ പരമോന്നത നേതാവായ ആയത്തുള്ള ഖുമേനിയെ ഇസ്രായേൽ ലക്ഷ്യം വയ്ക്കുന്നു എന്ന സൂചനയെ തുടർന്നാണ് അദ്ദേഹത്തെ സുരക്ഷിതമായ കേന്ദ്രത്തിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നത്.
അതിലേറെ രസകരം, ചിലപ്പോൾ സുരക്ഷിതമായ കേന്ദ്രത്തിലേക്ക് മാറ്റുന്നത് തന്നെ മൊസാദിന്റെ കിങ്കരന്മാരായിരിക്കും. അതായിരുന്നു ഇതുവരെയുള്ള ഇവരുടെ രീതി. ഇറാനും ഹിസ്ബുള്ളയ്ക്കും കനത്ത തിരിച്ചടിയേകുമെന്നാണ് ഹിസ്ബുള്ളയും അതുപോലെ ഹമാസും കരുതിയത്. അത് തന്നെ തിരിച്ചു കിട്ടുകയും ചെയ്തു. ഹസൻ നസറുള്ളയുടെ തല തന്നെ കൊണ്ടുപോയല്ലോ. ഹമാസിനെ ഒരുവിധം ഒന്ന് ഒതുക്കി. അപ്പോഴാണ് ഹിസ്ബുള്ള കയറി വരുന്നത്. ആ ബോളില്ലാ ടീമിനെയും ഒതുക്കിയപ്പോഴാണ് അടുത്ത ഹൂതികൾ കയറി വരുന്നത്. ഇപ്പൊ ഹിസ്ബുള്ളയുടെ നേതൃനിരയിൽ ഇസ്രായേൽ വധിക്കുന്ന ഏറ്റവും ഉയർന്ന നേതാവാണ് ഈ ഹസൻ നസറുള്ള എന്ന് പറയുന്ന ആള്. കഴിഞ്ഞ ദിവസത്തെ ആക്രമണത്തിൽ സദേൺ ഫ്രണ്ട് കമാൻഡറായ അലി കൽക്കി, അദ്ദേഹമാണ് ഇനി അടുത്തത്, അലി കർക്കി, അയാളാണ് അടുത്ത നേതാവ്. അയാളുടെ തലയും പോയി. അപ്പോഴാണ് ഈ സഫിയുദ്ദീൻ പറയുന്നത്, എന്റെ പേര് പുറത്ത് പറയല്ലേ, അയ്യോ മൈക്കാണോ മിക്കാണോ മിച്ചാണോ, അയാളുടെ മോന്ത കാണുമ്പോഴേ തുപ്പാൻ തോന്നുന്നെന്ന്. നീ ഒരു മൂലയ്ക്ക് പോയിരുന്ന് അങ്ങ് തുപ്പയും ഛർദ്ദിക്കുകയും ഒക്കെ ചെയ്യടേ. നമുക്ക് ഇഷ്ടമില്ലാത്തവരുടെ മോന്ത കാണാൻ എന്തിനീ വലിഞ്ഞു കയറി വരുന്നത്? നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു ഭക്ഷണം വലിച്ചു വരുത്തുന്നതേ എനിക്കിതിഷ്ടമില്ല, ഞങ്ങൾക്ക് ഇഷ്ടമില്ലാത്തത് ഒഴിവാക്കാറാണ് പതിവ്. നമുക്ക് ഇഷ്ടമില്ലേ, ഇഷ്ടമില്ലാത്ത ഒന്നിനെ ഒഴിവാക്കി വിടുക. അതിനും ഒരു ബുദ്ധി വേണ്ടേടേ. നമുക്ക് ഇഷ്ടമില്ലാത്ത ടോക്ക് വീണ്ടും വീണ്ടും കേട്ടോണ്ടിരിക്കുന്ന എന്തിനാ? നമുക്ക് ഇഷ്ടമില്ലാത്ത മുഖം വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടിരിക്കുന്ന എന്തിനാ? നമുക്ക് താല്പര്യമില്ലാത്ത ടോപ്പിക്ക് പിന്നെയും പിന്നെയും കേട്ടോണ്ടിരിക്കുന്നത് എന്തിനാ? വേട്ടേക്കണം. അതാണ് ചെയ്യേണ്ടത്. അപ്പോ ഒരുമാതിരിപ്പെട്ട എല്ലാ നേതാക്കളെയും ഇസ്രായേൽ കൊണ്ടുപോയി കഴിഞ്ഞു. ഇറാന്റെ സൈന്യത്തിലെ മുതിർന്ന കമാൻഡറായ അബ്ബാസ് നിൽഫറൂഷ്, അയാളെയും കൊണ്ടുപോയി. ആകെയുള്ള ഇനിയുള്ളൊരു പ്രതീക്ഷ അയാളായിരുന്നു. അയാളെയും കൊണ്ടുപോയി. 3 ദശകത്തിലേറെയായി ഇസ്രായേലിന്റെ അധിനിവേശത്തിനെതിരെ പോരാടുന്ന ഹിസ്ബുള്ളയ്ക്കും പിന്തുണയ്ക്കുന്ന ഇറാനും കനത്ത ആഘാതമാണ് ഈ ഹസൻ നസ്രുള്ളയുടെ കൊലപാതകവും അദ്ദേഹത്തിന്റെ അനുയായികളുടെ കൊലപാതകവും. വെള്ളിയാഴ്ചത്തെ ബോംബാക്രമണങ്ങൾക്ക് പിന്നാലെ ബെയ്റൂട്ടിലെ ഇറാന്റെ വിമാനം ഇറങ്ങുന്നത് ഇസ്രായേൽ വിലക്കുകയും ചെയ്തു, തടഞ്ഞു. 2023 ഒക്ടോബർ 7-ാം തീയതി തെക്കൻ ഇസ്രായേലിൽ ഹമാസ് നടത്തിയ കടന്നാക്രമണത്തെ തുടർന്നാണ് ഗാസയിൽ ഇസ്രായേൽ ആക്രമണം ആരംഭിച്ചത്. ഗാസയ്ക്ക് പിന്തുണയുമായി ഹിസ്ബുള്ള രംഗത്തെത്തിയതോടെ സംഘർഷം ലെബനനിലേക്ക് വ്യാപിച്ചു. വെള്ളിയാഴ്ച വൈകിട്ട് തെക്കൻ ബെയ്റൂട്ടിലെ ദഹിയയിൽ ഹിസ്ബുള്ളയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന മേഖലയിൽ 6ഓളം പാർപ്പിട സമുച്ചയങ്ങളിൽ ഇസ്രായേൽ ഉഗ്രശക്തിയുള്ള 80 ബോംബുകൾ ഇട്ടു. 11 പേര് കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിച്ചു. 100-ലേറെ പേർക്ക് പരിക്കേറ്റു. മരണസംഖ്യ ഉയർന്നേക്കാമെന്ന് ലെബനൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിലെ തിരച്ചിൽ തുടരുന്നു. ഇന്നലെയും ബെയ്റൂട്ടിലെ ജനവാസ മേഖലയിൽ ഇസ്രായേൽ ബോംബാക്രമണം തുടർന്നു. ഒരാഴ്ചക്കിടയിൽ ഇസ്രായേൽ ആക്രമണങ്ങളിൽ ലെബനന്റെ 720 പേരാണ് കൊല്ലപ്പെട്ടത്. ഗാസയ്ക്കും ലെബനനും വേണ്ടിയുള്ള പോരാട്ടം തുടരുമെന്ന് ഹിസ്ബുള്ള വ്യക്തമാക്കിയിട്ടുണ്ട്. 32 വർഷമായി ഹിസ്ബുള്ളയുടെ മേധാവിയായിരുന്നു ഹസൻ നസ്രുള്ള. 18 വർഷം നീണ്ട അധിനിവേശം അവസാനിപ്പിച്ച് 2000-ൽ ഇസ്രായേൽ സൈന്യത്തെ ലെബനനിൽ നിന്ന് തുരത്തിയ ഹിസ്ബുള്ളയുടെ ചെറുത്തുനിൽപ്പ് നസ്രുള്ളയുടെ നേതൃത്വത്തിലായിരുന്നു. 2006-ലെ യുദ്ധത്തിലും ഇസ്രായേലിനെതിരെ ഹിസ്ബുള്ള വിജയം നേടി. അതോടെ നസ്രുള്ള മേഖലയിലെ ഏറ്റവും സ്വാധീന ശക്തിയുള്ള നേതാവായി ഉയർന്നു. സുരക്ഷാ കാരണങ്ങളാൽ പൊതുസ്ഥലങ്ങളിൽ എത്താറില്ല. ഈ മാസം 19-ാം തീയതിയാണ് അവസാനത്തെ TV പ്രസംഗം നടത്തിയത്. 1 വർഷത്തിനുള്ളിൽ 100 കണക്കിന് ഹിസ്ബുള്ള ഹമാസ് നേതാക്കളെയാണ് ഇസ്രായേൽ വകവരുത്തിയത്. ഹിസ്ബുള്ളയുടെ അടുത്ത നേതാവായി ആരെയാണോ ഇവര് പ്രഖ്യാപിക്കുന്നത്, ആ നേതാവിന്റെ തലയാണ് ഇസ്രായേൽ അടുത്തതായിട്ട് എടുക്കുക. ഇപ്പോ ഹിസ്ബുള്ളയുടെ സെൻട്രൽ കൗൺസിലായ ഡെപ്യൂട്ടി ഹെഡായ നബീൽ കൗക്ക്, അയാളെയാണ് ഇപ്പോൾ ഇല്ലാതാക്കിയത്. 1980 മുതൽ ഈ ഹിസ്ബുള്ളയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം.
ഹിസ്ബുള്ളയുടെ സൈന്യത്തെ 2006 മുതൽ നയിച്ചുകൊണ്ടിരിക്കുന്നത് ഇയാളാണ്. രാഷ്ട്രീയ സുരക്ഷാ വിഷയങ്ങളിലെല്ലാം ഹിസ്ബുള്ളയുടെ മുഖമായി മാധ്യമങ്ങളിൽ സംസാരിച്ചിട്ടുള്ള ഒരു നേതാവ് കൂടിയാണ് നബീൽ കൗക്ക്. നസറുള്ളയ്ക്ക് അടുത്ത പകരക്കാരനായി കണക്കാക്കിയിരുന്ന വ്യക്തിയാണ്. അയാളും പോയി. ഹിസ്ബുള്ളയുടെ കമാൻഡർമാരെ മുഴുവനും ഇല്ലാതാക്കുമെന്നാണ് ഇസ്രായേലിന്റെ പ്രഖ്യാപനം. ഹമാസ് നേതാക്കളെ മൊത്തം ഏതാണ്ട് ഇല്ലാതാക്കി അവരെ അണികളെ ഒരു മൂലക്കിരുത്തി. ഇനിയും ഹിസ്ബുള്ള ഇവര് കഴിഞ്ഞിട്ട് വേണം അടുത്ത ഹൂതികളെ ലക്ഷ്യം വെക്കാൻ. ഇസ്രായേലിനാണെങ്കിൽ വിശ്രമമില്ലാത്ത പോരാട്ടമാണ്. കൗക്കിന്റെ മരണം IDF തന്നെ സ്ഥിരീകരിച്ചു. എന്നാൽ കൗക്കിന്റെ മരണം ഹിസ്ബുള്ള സ്ഥിരീകരിച്ചിട്ടില്ല. കാരണം ഒരു മരണത്തിൽ നിന്ന് ഞെട്ടല് മാറിയിട്ടില്ല. അത് കണ്ടല്ലേ അടുത്തത്. ഇപ്പോ ഹിസ്ബുള്ളയുടെ കേന്ദ്രങ്ങൾ മുഴുവനും ലക്ഷ്യം വെച്ച് ആക്രമണം ശക്തമായി തുടരുകയാണ് ഇസ്രായേൽ. നസറുള്ളയ്ക്ക് പകരക്കാരനെ പ്രഖ്യാപിക്കാൻ സാധിക്കാത്ത സാഹചര്യമാണ് ഇപ്പോൾ ഇവർക്കുള്ളത്. ലെബനനിലോ ഇസ്രായേലിന്റെ വ്യോമാക്രമണം ശക്തമായി തുടരുന്നു. ഇതുവരെ 1030ഓളം ആളുകൾ ലെബനനിൽ കൊല്ലപ്പെട്ടു എന്നാണ് കണക്ക്. സ്ത്രീകളും കുട്ടികളും ഒക്കെ ഉൾപ്പെടെ കൊല്ലപ്പെട്ടത് ഏകദേശം 2,50,000 പേർ. ഈ 2,50,000 ആളുകൾ നടത്തുന്ന ഒരു ദുരിതാശ്വാസ കേന്ദ്രങ്ങളിൽ അഭയം പ്രാപിച്ചിട്ടുണ്ട്. ഈ 2.5 ലക്ഷം ആളുകൾ മരണപ്പെട്ടതല്ല കേട്ടോ. മരണപ്പെട്ട ആളുകൾ 1030ഓളം പേരാണ്. 2.5 ലക്ഷം ആളുകളാണ് അഭയാർത്ഥി കേന്ദ്രങ്ങൾ. ഗാസയിൽ എത്രയായിരുന്നു? 23 ലക്ഷം ജനങ്ങൾ. ആര് കാരണമാണ്? നമ്മുടെ നേതാക്കളുടെ പിടിപ്പുകേട് കാരണം. നമ്മുടെ നേതാക്കൾ മോശക്കാരാണെങ്കിലേ ഇങ്ങനെയൊക്കെ തന്നെയാ സംഭവിക്കുക. ഇതേ KSK ഇവളുടെ ധൈര്യം നമ്മൾ ഇവളെ വിളിക്കില്ല എന്നല്ലേ. ഞാൻ ഡൽഹി മോഡൽ ഓഫീസറോട് ഈ ലിങ്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇവൾക്ക് നാളെ കോൾ വരും. ഇവളുടെ യൂട്യൂബ് ചാനൽ ബാൻ ആണോ? ഓയ്യോ, അത് കാക്ക നേരത്തെ പറയണ്ടായിരുന്നോ കാക്ക? എന്നാ ഞാൻ പിന്നെ ഈ ലൈവില് വരത്തില്ലായിരുന്നല്ലോ. മോഡൽ ഓഫീസറോടെ എൻ്റെ ഒരു ഫോട്ടോയും കൂടി അയച്ചു കൊടുക്ക. ചെല്ല്. ഇന്നലത്തെ പോലെ വേറെ ഒരു കീടം ഇന്നും വന്നിട്ടുണ്ട്. സൽമ ഷംസ്. നിനക്ക് നബിയുടെ പേര് പറയാൻ പോലും അർഹതയില്ല മോളെ. ഇറങ്ങിപ്പോടി. ഇപ്പൊ ആരുടെ നബിയുടെ പേര് ഇവിടെ പറഞ്ഞു? നോൺസെൻസ്. നബിയുടെ ഗുണ്ടകളുടെ പേരുകളല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, തെറിച്ച തലകളുടെ പേരുകൾ. അല്ലെങ്കിൽ അയാളുടെ പേര് പറയാൻ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ലടി. 6 വയസ്സുള്ള കുഞ്ഞിനെ പോലും വളരെ മോശമായ കണ്ണോടുകൂടി കണ്ട അയാളുടെ പേര് പറയാൻ പോലും ലജ്ജയാണ് എനിക്ക്. മുട്ടിലിഴയുന്ന ഉമ്മു ഹബീബയെ കണ്ടപ്പോൾ പോലും ഇവള് കുറച്ചും കൂടി പ്രായമാകുന്ന സമയത്ത്, അതായത് 6 വയസ്സാവുമ്പോൾ ഞാൻ ജീവിച്ചിരുന്നാല് ഞാൻ ഇവളെ കെട്ടിക്കൊള്ളാമെന്ന് പറയുന്ന അവനെയൊക്കെ ആരാടി പേര് പറയുന്നത്? ഓ, എന്നെ പൊടിയാക്കുമെന്ന് അവള് ആണോ? എന്നിട്ട് ഓടിയാണ്. എന്നൊക്കെ ആരാടി ഇങ്ങോട്ട് കയറ്റി വിട്ടത്? അതാണ്, അത് തന്നെയാണ് ഞാനും പറയുന്നത്. കാളിദാസ് ചിലപ്പോൾ നബി ഉണ്ടായിരുന്നെങ്കിൽ സൽമ കയറിപ്പോയിട്ട് എൻ്റെ ശരീരം ഒന്ന് ദാനം എടുക്കുമോ എന്ന് നബിയോട് ചോദിച്ചേനെ. വേറെ ഒരു തെന്നിൽ ഇന്നലെ മുതൽ വരികയാണ്. എൻ്റെ കെട്ടിയവൻ മുറിയണ്ടി അല്ലേ എന്ന് ചോദിച്ചിട്ട് അയാളുടെ ചാനലിലൊക്കെ വരുന്ന ആളാണ്. നീ പോയി തുണി പൊക്കി നോക്കടാ, ചെല്ല്. അയാളുടെ അടുത്ത് എന്ന് കയറി കൊടുക്കുക. അയാൾ ബാക്കി അയാൾ ചെല്ല. നീ എന്താ എല്ലാവരുടെയും മുറിയണ്ടി നോക്കി ഇറങ്ങിയതാ? ആണാ? കൊള്ളാലോ. മദ്രസയിലും എല്ലാം ആണോടാ ജോലി? കുണ്ടനടിക്കാരനാണോ? ലൂത്ത് നബിയുടെ സമുദായമാണോ? കൊള്ളാലോ. അടുത്ത ആൾ വന്നിട്ടുണ്ട്, മുഹമ്മദ് ലാമി. നീ 6 അടി അല്ല, 6 അടി ഇല്ല, 5.8 ഒക്കെ കാണും. 6 അടി ഇല്ല, കുഴപ്പമുണ്ടോ? ആദ്യമേ മലയാളം എഴുതി പഠിക്കണം. അപ്പടാ, മലയാള ഭാഷ പോലും മര്യാദയ്ക്ക് എഴുതാനും വായിക്കാനും അറിയാത്ത കുറച്ച് മദ്രസ പൊട്ടന്മാര് വന്നിട്ട് നമ്മളെ അങ്ങ് മര്യാദ പഠിപ്പിക്കാൻ. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? മര്യാദയ്ക്ക് അക്ഷരാഭ്യാസം പോലും ഇല്ലാത്ത ഈ ടീം വന്നിട്ട് നമ്മളെ മര്യാദ പഠിപ്പിക്കാൻ പോകുക. മാനവും മര്യാദയും അദബും മര്യാദയും നബിചര്യയും സ്വർഗവും ഒക്കെ പഠിപ്പിച്ച്
നിങ്ങൾ അങ്ങ് പൊയ്ക്കോ സ്വർഗത്തിലേക്ക്, ഞങ്ങൾക്ക് വരണ്ട. മര്യാദയ്ക്ക് സ്വന്തം മാതൃഭാഷ പോലും അക്ഷരത്തെറ്റില്ലാതെ ഒരു വാക്ക് എഴുതാനോ പറയാനോ അറിയാത്ത നീയൊക്കെ കടിച്ചാ പൊട്ടാത്ത അറബി ഭാഷ ഞാൻ പറഞ്ഞാൽ നിനക്കൊക്കെ തിരിയോ? ആറടി ആറടി. ഇവരോടൊക്കെ എന്ത് മറുപടിയാണ് പിന്നെ പറയേണ്ടത്? ശരിക്കും പറഞ്ഞാല് ഞാൻ എപ്പോഴും വിചാരിക്കും, ഇവരോടൊന്നും ഇങ്ങനെയൊന്നും മറുപടി പറയണ്ട, അവരെന്തെങ്കിലും അങ്ങ് പറഞ്ഞിട്ട് പൊയ്ക്കോട്ടെ എന്ന് തന്നെ വിചാരിച്ചിട്ടാണ് മിണ്ടാതിരിക്കാറുള്ളത്. എന്നാലും ഇത് ഇവര് പറയിപ്പിക്കുവല്ലേ, വായിക്കകത്ത് കോലിട്ട് കുത്തുക. അടുത്തത് വേൾഡ് ഓഫ് മിഷു മിസ്ത, പണിയില്ലേ? ഇല്ല. ശ്രീകുമാർ, അതെ. ഇപ്പൊ ഹിസ്ബുള്ള തലവന്റെ തലയെടുത്തതോടെ ലെബനനിൽ കടുത്ത ആക്രമണം തുടരുകയാണ് ഇസ്രായേൽ. ലോകരാജ്യങ്ങളുടെ മുന്നറിയിപ്പിനെ തള്ളി ലെബനനിലേക്ക് കടന്ന് കരയുദ്ധം തുടങ്ങാൻ ഒരുങ്ങുകയാണ് ഇസ്രായേൽ എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അൻവർ പറഞ്ഞത് നിങ്ങളൊക്കെ കേൾക്കണം. ഇവക്ക് മുസ്ലിം ആയിട്ടുള്ള ആരും കമന്റ് ഇടരുത്. അവൻ മുസ്ലിം അല്ലാത്തോണ്ട് കുഴപ്പമില്ല. അവൻ മുസ്ലിമാ, അവൻ കമന്റ് ഇട്ടു, ഇനി വേറെ ആരും ഇടണ്ട. നല്ല ഐഡിയ ആണ്. എന്തായിരുന്നാലും ഹസൻ നസറുള്ളയെ ഇല്ലാതാക്കിയതിന് പ്രതികാരം ചെയ്യുമെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖൊമേനി പ്രഖ്യാപിച്ചതോടെ അടുത്തത് എന്റെ തലയാണോ എന്നറിയാതെ അദ്ദേഹം ഭൂമിയുടെ അകത്തളങ്ങളിൽ നിന്നും വീണ്ടും അതിന്റെ അകത്തളങ്ങളിലേക്ക് പോയി ഒളിച്ചിട്ടുണ്ട്. ഇനി അതിനകത്തിരുന്നിട്ടായിരിക്കും ബാക്കി പേജറും എടുക്കാൻ പറ്റില്ല, മൊബൈൽ ഫോണും എടുക്കാൻ പറ്റില്ല, ചെവിയിൽ ബഡ്സ് പോലും ഇടാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇവന്മാരുള്ളത്. കാരണം പേടിയാണ്. നടരാജൻ നാരായണൻ, നമ്മൾ കമന്റ് ഇടണമെന്നേ, ഇവരെ തന്നെ പരസ്പരം ഓടിച്ചുകൊണ്ടിരിക്കുക. പോട്ടെ. ഇപ്പൊ അടിയന്തിരമായി UN രക്ഷാസമിതിയുടെ യോഗം വിളിക്കണമെന്ന് ഇറാൻ ആവശ്യപ്പെട്ടു. നസറുള്ളയെ വധിക്കാൻ കഴിഞ്ഞത് ചരിത്രപരമായ വഴിത്തിരിവാണ് എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രതികരിച്ചത്. ഇസ്രായേൽ ആക്രമണങ്ങളെ തുടർന്ന് ലെബനോനിൽ പലായനം ചെയ്തവർ ഒരു ദിവസം മാത്രം 50,000 പേര് കടന്നു. ഇറാനെ ഏറ്റവും കൂടുതൽ ആശയക്കുഴപ്പത്തിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഹസൻ നസറുള്ളയെ എങ്ങനെ കീഴ്പ്പെടുത്തി എന്നതാണ്. പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിന്റെ ഗതി എങ്ങനെയാണ് എന്ന് അതിനിർണായകമായ പങ്ക് വഹിക്കാൻ പോകുന്ന ദിവസമാണ് 2024 സെപ്റ്റംബർ 27. അന്നാണ് ജീവിതത്തിലുടനീളം ഇസ്രായേലിനെ പ്രതിരോധിച്ച, അതിനൊരു സംഘത്തെ തന്നെ പ്രാപ്തമാക്കിയ സയ്യിദ് ഹസൻ നസറുള്ള എന്ന ഹിസ്ബുള്ള മേധാവിയെ ഇസ്രായേൽ വധിക്കുന്നത്. ഗാസയിൽ നിന്ന് ലെബനനിലേക്ക് ആക്രമണം കേന്ദ്രീകരിച്ച ശേഷം ഇസ്രായേൽ നടത്തിയ നിർണായകമായ നീക്കമായിരുന്നു 32 വർഷങ്ങളായി ഹിസ്ബുള്ളയുടെ സെക്രട്ടറി ജനറൽ ആയിരുന്ന ഹസൻ നസറുള്ളയുടെ വധം. നസറുള്ളയുടെ വധം പ്രത്യക്ഷത്തിൽ ഹിസ്ബുള്ളക്കേറ്റ അടിയാണെങ്കിലും ഇസ്രായേലിന്റെ ഇറാനുമായിട്ടുള്ള മുന്നറിയിപ്പ് വെല്ലുവിളിയും കൂടിയാണ്. കാരണം ഇറാനാണല്ലോ ഹിസ്ബുള്ളയെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഇറാനോടും കൂടി മര്യാദയ്ക്ക് നിന്നാൽ നിങ്ങൾക്ക് ഇവിടെ നിലനിന്ന് പോകാം. അതല്ല 6-ാം നൂറ്റാണ്ടിന്റെ പുസ്തകത്തിൽ ജൂതന്മാരെ ഇല്ലാതാക്കണമെന്ന് എഴുതി വച്ചത് പ്രകാരം ഞങ്ങൾ അവരെ ഇല്ലാതാക്കാനാണ് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് എന്നെങ്ങാനും ചിന്തിച്ചാൽ കാക്ക ഒന്ന് വിചാരിക്കരുതേ, കാക്കയും കൂടെ ഞങ്ങൾക്ക് അങ്ങോട്ട് പറഞ്ഞു വിടേണ്ടി വരും. അവസാനം കാക്കയുടെ ആളുകൾ കാക്കയെ കൂടെ എവിടെ? കാരണം ഭൂമിയുടെ അടിയിലാണോ കൂട്, അതോ ഇനിയും സ്വർഗത്തിലാണോ, അതല്ല ഇസ്രായേലിന്റെ രഹസ്യ സങ്കേതത്തിലാണോ എന്നറിയാതെ അണികൾ വിഷമിച്ചു പോകും കാക്ക. പ്രതിരോധത്തിന്റെ അച്ചുതണ്ട് എന്നറിയപ്പെടുന്ന പശ്ചിമേഷ്യയിലെ ഇറാന്റെ പ്രോക്സി സംഘങ്ങളിലെ പ്രധാനിയായിരുന്നു ഹസൻ നസറുള്ള എന്ന ഹിസ്ബുള്ള നേതാവ്. ഇസ്രായേലിനെതിരായ മേഖലയിലെ ഇറാന്റെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രം, 1,00,000-ലധികം മിസൈലുകളുടെ ആയുധ ശേഖരമുള്ള, സർക്കാരിന്റെ കീഴിലല്ലാത്ത ലോകത്തിലെ ഏറ്റവും വലിയ സായുധ സംഘടനയാണ് ഹിസ്ബുള്ള. ഇറാനെതിരെ ഒരു തുറന്ന യുദ്ധത്തിലേക്ക് ഇസ്രായേലിനെ പ്രേരിപ്പിക്കാതിരിക്കുന്നതിൽ ഹിസ്ബുള്ളയുടെ സാന്നിധ്യം വളരെ വലുതായിരുന്നു. അങ്ങനെ ഒരു സംഘടനയെ നിരന്തരം ആക്രമിക്കുകയും അവരുടെ നേതാവിനെ ഇല്ലാതാക്കുകയും ചെയ്യുക എന്നതാണ് ഇസ്രായേൽ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ആക്രമണത്തെ ശക്തമായി അപലപിക്കുന്നുണ്ടെങ്കിലും ഒരു നേരിട്ടുള്ള യുദ്ധത്തിലേക്ക് ഇറാൻ കടക്കുന്നതിനുള്ള സൂചനകളൊന്നും ഇതുവരെ അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. ഹമാസിന്റെ രാഷ്ട്രീയ കാര്യ നേതാവ് ഇസ്മായിൽ ഹനിയയെ
ടെഹ്റാനിൽ വെച്ച് കൊലപ്പെടുത്തിയപ്പോഴുണ്ടായ അതേ നിലപാട് തന്നെയാണ് ഇസ്രായേൽ ഇറാനെതിരെ ആവർത്തിക്കുന്നത്. കാരണം ഒരു സൂചി പോയിന്റ് പോലും ഒരു സംശയം ആർക്കും കൊടുക്കാതെ എങ്ങനെയാണ് ശത്രുവിനെ വകവരുത്തേണ്ടത് എന്ന് ഇസ്രായേലിന് അറിയാം. നസ്രുള്ളയുടെ വധത്തിന് പിന്നാലെ ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖൊമേനി പുറത്തിറക്കിയ പ്രസ്താവനയിൽ മേഖലയിലെ എല്ലാ പ്രതിരോധ ശക്തികളും ഹിസ്ബുള്ളയ്ക്കൊപ്പം നിൽക്കണം, പിന്തുണയ്ക്കണം. ലെബനനിലെ ജനങ്ങൾക്കും അഭിമാനികളായ ഹിസ്ബുള്ളയ്ക്കും അവർക്കുള്ള എല്ലാ മാർഗങ്ങളിലൂടെയും ഒപ്പം നിൽക്കണം. ആരൊക്കെ ഒപ്പം നിന്നാലും ശരി, ഒപ്പം ഇസ്രായേലിലുണ്ടെങ്കിൽ, മൊസാദ് ഉണ്ടെങ്കിൽ, IDF ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തോ ചെയ്യും? ഇറാന്റെ പുതിയ മിതവാദിയായ പ്രസിഡന്റാണ് മസൂദ് പെസഷ്കിയാൻ. ഈ മസൂദ് പെസഷ്കിയാന്റെ സ്ഥാനാരോഹണത്തിന് പോയതാണ് ഇസ്മായിൽ ഹനിയ. പിന്നീട് ഒരിക്കലും തിരിച്ചു വന്നിട്ടില്ല. ഇപ്പോ ഖൊമേനിയുടെ പ്രതികരണത്തെ മസൂദ് നല്ല രൂപത്തിലല്ല കാണുന്നത്. കാരണം ഹസൻ നസ്രുള്ള ഒരു പ്രസ്താവന ഇറക്കി മണിക്കൂറുകൾ കഴിഞ്ഞപ്പോഴേക്കാണ് ഹസൻ നസ്രുള്ളയെ വകവരുത്തുന്നത് ഇസ്രായേൽ. കാരണം ഒരു ഒക്ടോബർ 7 കൂടി ഇസ്രായേൽ തയ്യാറായി നിൽക്കണമെന്ന് പറയുമ്പോൾ, ഒരു ഒക്ടോബർ 7 കൂടി ഞങ്ങൾ ആവർത്തിക്കുമെന്ന് പറയുമ്പോൾ, ആ ഒക്ടോബർ 7 വരെ കാത്തു നിൽക്കാൻ ഇസ്രായേൽ മദ്രസ പൊട്ടന്മാരല്ല, മദ്രസ ബുദ്ധിയല്ല അവരെ നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് അതിനെത്രയോ മുമ്പ് ആ തുടങ്ങിയിടത്ത് നിന്ന് തന്നെ ഒടുങ്ങണം എന്നുള്ള ചിന്തയാണ് ഇസ്രായേലിനുള്ളത്. അതായത് ഈ ഹിസ്ബുള്ള ടീം ഒക്ടോബർ 7 സമാനമായിട്ടുള്ള ഒരു ആക്രമണം ഇസ്രായേലിൽ നമുക്ക് നടത്താം, അത്രയും പറഞ്ഞുള്ളൂ. നടത്തണം എന്ന് പറയുന്നതിന് മുമ്പ് തലയെടുത്തു ഇസ്രായേൽ. അപ്പൊ ഇസ്രായേൽ ഇവരുടെ എത്ര ചാരയുണ്ടെന്ന് ആലോചിച്ച് നോക്കി. അല്ല KSK, ഇനി എന്തിനാടാ ഉളംപാറയിലേക്കൊക്കെ പോകുന്നത്? നീ ഏതോ ഓഫീസർക്ക് എൻ്റെ നമ്പറൊക്കെ കൊടുത്തിട്ടില്ലേ? എൻ്റെ ചാനലിൻ്റെ ലിങ്ക്, വീഡിയോയുടെ ലിങ്ക് ഒക്കെ കൊടുത്തിട്ടില്ലേ? അവർ വന്ന് പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നീട് എന്തിനാടാ ഉളംപാറയുടെ ആവശ്യം? അപ്പോൾ തന്നെ ഞാനതങ്ങ് നിർത്തി പോകത്തില്ലേ? നീ വിഷമിക്കണ്ട. നിന്റെയൊക്കെ കഴുത കാമമുണ്ടല്ലോ, ഇങ്ങനെ കരഞ്ഞു കരഞ്ഞ് എത്ര കൊല്ലം തീർക്കൂടെ നിന്റെയൊക്കെ ഈ കാമം? ഇവിടെ ഇസ്രായേലും ഹമാസും തമ്മിൽ തുടങ്ങിയ ഒരു യുദ്ധത്തിൽ ഒരു കാര്യവും ഇല്ലാതെ ഈയാമ്പാറ്റയെ പോലെ മറ്റവർ വന്നു വീണതാ. ലെബനൻ ഹിസ്ബുള്ള അവർക്ക് വേണ്ടി ഇവരെ ഹൂതികൾ വെറുതെ വന്നു വീണതാ. ഇവരുടെയൊക്കെ തലതെറിച്ചതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഹിസ്ബുള്ളയിലെ സ്ത്രീ ജനങ്ങളാക്കണ്ടോ, ഇറാനിലെ സ്ത്രീകളെ. കാരണം ഇവരുടെ ഭരണം കാരണം, ഇവരുടെ മതനിയമങ്ങൾ കാരണം അടിക്കടി ദിനം പ്രതി പൊറുതി മുട്ടിക്കൊണ്ടിരുന്ന സ്ത്രീകളും പെൺകുട്ടികളും അവരാണ് ഒരു കടുത്ത തീരുമാനത്തിലേക്ക് എത്തിയത്. നമുക്കിത് ആഘോഷിക്കണം. ഒക്ടോബർ 7 ഇസ്രായേലിൽ ഇവരെ ആക്രമിച്ചത് എന്തിനു വേണ്ടിയാണ്? സംഗീതം ഹറാമല്ലേ? സൂപ്പർനോവ മ്യൂസിക് ഫെസ്റ്റോ? പഠിച്ചോന് ഇഷ്ടമില്ല, നബിക്കും ഇഷ്ടമില്ല. അങ്ങനെ ഒരു സംഗീത സദസ്സിൽ ഇവർ വല്ലാതെ പോകണ്ട. അങ്ങനെ ഏതോ ഒരു കാലക്കേടിന് ഹമാസ് ഭീകരർ അങ്ങോട്ട് നുഴഞ്ഞു കയറി. ഒക്ടോബർ 7 ശേഷം ഇന്ന് വരെ ഇവരെ ഏറില്ല. ഒക്ടോബർ 7 ശേഷം ഇതുവരെ നിലത്ത് നിന്നിട്ടില്ല കാക്കാമാര്, നിർത്തിയിട്ടില്ല. പിണറായി വിജയന്റെ ദുർഭരണം നിർത്താൻ നിങ്ങളെ കൊണ്ട് പറ്റിയോ? ഇസ്രായേൽ, ഇറാൻ അതൊക്കെ കഴിഞ്ഞിട്ട് പോരെ? മാനിയാക്ക് വീല് കൊള്ളാലോ. നല്ല ഐഡിയ ആണ് കേട്ടാ. പിണറായി വിജയന്റെ ദുർഭരണമാണല്ലേ? അപ്പം നിങ്ങൾ ശ്രമിച്ചൂടെ നിർത്താൻ? എന്തിനാ എന്നെ കൂട്ടുപിടിക്കുന്നത്? നിങ്ങൾ കീലേരി അച്ചുവാകുന്നത് എന്തിനാണ്? നിങ്ങളങ്ങ് ശ്രമിക്കേ. അതല്ല, വേൾഡ് എൻഡവർ സമയം കൊടുക്കണം. കാരണം എന്തെന്നറിയാമോ? 3.5 വയസ്സ് മുതൽ തലച്ചോറിലേക്ക് സോഫ്റ്റ്വെയർ ചെയ്യപ്പെട്ട ഈ മതം എന്ന മലമുണ്ടല്ലോ, ഇതങ്ങ് രൂഢമൂലമായി ഇവർക്കൊന്ന് മാറണ്ടേ? അവർക്കൊന്ന് മാറി വരണ്ടേ? ചിന്തിക്കാൻ ഒരല്പം സമയം കൊടുക്കണം. കണ്ടില്ലേ, വേറെ പണു ഒന്നുമില്ലേന്നാ, കണ്ടില്ലേ? ഓക്കെ, ഒരു AK ഷാജി എഴുതുന്ന കമൻ്റാ, ഇവരെ മലയാളം ആദ്യം പഠിപ്പിക്കണ്ടേ? അല്ല കാളിദാസേ, ഇവർക്കൊരു ഭരണവും പറ്റില്ലെന്നല്ല,
ഇവർക്ക് ഭരണമേ പറ്റില്ല. ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്നല്ലേ അവരൊക്കെ ഓടിപ്പോകുന്നത്. എന്തിനാ ഓടിപ്പോകുന്നത്? ഇസ്ലാമിക ഭരണവും വേണ്ടാത്തതുകൊണ്ടാണ്. ഇൻഷാ അല്ലാ മാഷാ അല്ലാ ടീം അഴിഞ്ഞാടുവാണ് നമ്മുടെ കമന്റ് ബോക്സിൽ വന്നിട്ട്. അഴിഞ്ഞാടിക്കോട്ടെ അല്ലേ. തൽക്കാലം ഇവരെ നമുക്ക് അങ്ങ് കയറൂരി വിടാം. എത്ര പോണം നോക്കാലോ. പോയി കഴിഞ്ഞിട്ട് ഇവരെത്രത്തോളം പോകും നമുക്ക് നോക്കാം. അത് കേട്ട് നമുക്കൊരു പിടിയും കൂടെ പിടിക്കാം. അതാണ് നല്ലത്. മാനിയാക് വീൽസ്, ഇത് നിങ്ങൾക്ക് മതഭ്രാന്താണ് എന്ന് തോന്നിയാൽ അതെ, നിങ്ങളുടെ തോന്നൽ മാറ്റാണെന്ന് നമുക്ക് പറ്റില്ല സുഹൃത്തെ. അതെ, AK ഷാജി എഴുതി പഠിച്ചിട്ട് വന്നിട്ടുണ്ട്. അല്ലാഹു അക്ബർ. ഗൂഗിളിലൊക്കെ നോക്കി എഴുതി പഠിച്ചതായിരിക്കും. ശരി ശരിയാണ്. ഓക്കെ, അല്ല അവരോട് ഇരുന്നോട്ടെ, കുഴപ്പമില്ല. ഫാത്തിമ, ലൈഫ് വളരെ ലോൺലി ആണല്ലേ. സാരമില്ലെന്നേ, അവിടെ പോയി കഴിഞ്ഞാൽ 72 പെണ്ണുങ്ങളുമായിട്ട് കെട്ടിയോൻ ആടിപ്പാടി സുഖിക്കുന്നതൊക്കെ കാണാമല്ലോ. ഓറടിക്കത്തില്ല. 73-ാം ഊഴത്തിന് വേണ്ടിയിട്ട് നിനക്കും അവിടെ വെയിറ്റ് ചെയ്യാം. വിഷമിക്കണ്ട. ഈ മുറിയണ്ടി എന്ന് പറഞ്ഞ് കുറേ നേരമായി നില്ലെന്ന് പറയുന്ന ഒരുത്തൻ വന്ന് കയറുന്നു. ഇവന് കാക്കാമാരെ ഒക്കെ നിർത്തിയിട്ട് അങ്ങ് തുണിപൂക്കി നോക്കിയാൽ പോരടെ. എന്തിനടെ ഇവിടെ വരുന്നത്? അപ്പോൾ നമുക്കിനി വീണ്ടും കാണാം. നന്ദി.